viewers, welcome back to Bosco Campus Vision. Today we are discussing the subject Labour Law and Industrial Relation of S5 BBA under Kerala University, and myself Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing the new topic, that is employee safety. Let's discuss what is employee safety. Sorry. So, industrial workers are exposed to several types of hazards and accidents. So, due to the rapid industrialization or a mechanical or a chemical, electrical, and the radiation hazards have increased, every year lack of employees are injured in factories or mines, ports, or railways, etc. So, leading to the partial or total disablement. So, an industrial accident is a sudden and unexpected occurrence in an industrial undertaking causing body injury to one or more person and interruption in the orderly progress of work. So, an employee safety means that every industry, that is, there is a sudden or unexpected occurrence in an industrial undertaking that and may cause injury to one or more person and interruptions in the orderly progress of the work. For employee safety, അറിയാലോ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിനെ സേഫ് ആക്കുക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞൊരു കെമിക്കൽ ഫാക്ടറിയാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് അല്ലെങ്കിൽ റേഡിയേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സ്ഥാപനമാണെങ്കിൽ അവിടെ എന്തുണ്ടാവണം? എംപ്ലോയീസിന് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടാവണം. അപ്പോൾ എംപ്ലോയീസ്, അപ്പം ഒരു ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ആർ എക്സ്പോസ് ടു സെവറൽ ടൈപ്സ് ഓഫ് ഹസാർഡ്സ് ആൻഡ് ആക്സിഡൻറ്റ്സ്. അപ്പം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആകുമ്പോൾ അവിടെ പല രീതിയിലുള്ള ആപത്തുകൾ, ആക്സിഡൻസുകൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാവും. ആൻഡ് സോ ഡ്യൂ ടു ദ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓർ എ കെമിക്കൽ ഓർ എ മെക്കാനിക്കൽ ഓർ റേഡിയേഷൻ ഹസാർഡ്സ് ഹാവ് ഇൻക്രീസ്ഡ്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇൻഡസ്ട്രീസ്, അറിയാലോ, റാപ്പിഡ് ഗ്രോത്ത് ആണ് ഇൻഡസ്ട്രീസിനെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഹസാർഡ്സും കൂടിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? മുമ്പത്തേക്കാൾ കൂടുതലാണ് ഇപ്പോൾ. സോ എവറി ഇയർ ലാക്ക് ഓഫ് എംപ്ലോയീസ് ആർ ഇൻജേർഡ് ഇൻ ഫാക്ടറീസ്, മൈൻസ് ഓർ പോർട്സ്, ആൻഡ് സോ ലീഡിങ് ടു ദ പാർഷ്യൽ ഓർ ടോട്ടൽ ഡിസേബിൾമെൻറ്റ്. അപ്പം ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലൊക്കെ, അത് ഫാക്ടറീസ് ആവാം, മൈൻസ് ആവാം, പോർട്സ് ആവാം, അല്ലെങ്കിൽ റെയിൽവേസ്, ഈവൻ റെയിൽവേസിലൊക്കെ വരെ തന്നെ എന്താണ്, ഒരുപാട് ആക്സിഡൻറ്റ്സ് നടക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് പാർഷ്യൽ ഡിസേബിൾമെൻ്റ് ആവാം, അല്ലെങ്കിൽ ടോട്ടൽ ഡിസേബിൾമെൻറ്റ്സും സംഭവിക്കാറുണ്ട്. സോ ആൻ ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് ഇസ് എ സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഓക്കറൻസ്, അല്ലേ? നമ്മളാരും പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്നതാണ് ആക്സിഡൻറ്റ്സ്. ആൻഡ് ഇൻ എൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് കോസിങ് ബോഡി ഇൻജുവേർഡ് or to one or more person and interruption in the orderly progress of work. അപ്പം ചിലപ്പോൾ ഒരു വ്യക്തിക്കാവാം, ചിലപ്പോൾ ഒരു കൂട്ടം ആൾക്കാർക്കായിരിക്കാം പെട്ടെന്നൊരു അപകടം സംഭവിക്കുന്നത്. അപ്പം അതുവഴി ഓർഗനൈസേഷനിലെ വർക്ക് തന്നെ ഇൻട്രപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വർക്ക് തന്നെ പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു എംപ്ലോയിയുടെ സേഫ്റ്റിയാണ് എപ്പോഴും ഒരു എംപ്ലോയർ നോക്കേണ്ടത്. സോ ക്ലിയർ വിത്ത് ദി പോയിന്റ്. So, according to the Factories Act 1948, it is an occurrence in an industrial establishment causing bodily injury to a person which make him unfit to resume his duties in the next 48 hours. Or in other words, we can say it is an unexpected and sudden event arising out of and in the course of employment. So, however, self-inflicted injuries or injuries inflicted with the consent of person cannot be regarded as an accident. അപ്പം ഒരു എംപ്ലോയി സേഫ്റ്റി അക്കോർഡിംഗ് ടു ഫാക്ടറീസ് ആക്ട് 1948, ഇറ്റ് ഈസ് ആൻ occurrence in an industrial establishment causing bodily injury to a person which make him unfit to resume his duty in the next 48 hours. അപ്പോൾ ഫാക്ടറീസ് ആക്ട് 1948 പ്രകാരം നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഒരു എംപ്ലോയിയുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ, അല്ലേ, ഒരു ഒക്കറൻസ്, അല്ലേ, എല്ലാ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലും നടക്കാൻ സാധ്യതയുള്ള ഒരു ആക്സിഡൻസ് ആണ്, അല്ലേ? അത് ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു പേഴ്സണെ ഇൻജേർഡ് ആക്കുന്നു. ആൻഡ് ഇറ്റ് മേക്ക് ഹിം അൺഫിറ്റ് ടു റെസ്യൂം. അപ്പം അങ്ങനെ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ജോലി ചെയ്യാനുള്ളൊരു ഇതില്ല. അപ്പോൾ അദ്ദേഹം അൺഫിറ്റ് ആകുകയും നെക്സ്റ്റ് 48 hours അദ്ദേഹം എന്താണ് ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയും ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ആൻഡ് സഡൻ ഇവൻറ്റ്. നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കടന്നു വരുന്ന ഒരു കാര്യമാണ് ആക്സിഡൻസ് എന്ന് പറയുന്നത്. ആൻഡ് എറൈസിങ് ഔട്ട് ഓഫ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. എന്നാൽ ഈ ആക്സിഡൻറ്റ് എങ്ങനെയായിരിക്കണം? ജോലിയിലിരിക്കെ സംഭവിക്കുന്നതാണെങ്കിൽ മാത്രമേ നമുക്കത് ആക്സിഡൻ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റൂ. സോ ക്ലിയർ വിത്ത് ദ ഫാക്ടറീസ് ആക്ട് 1948 റിഗാർഡിംഗ് എംപ്ലോയി സേഫ്റ്റി.
Now we can discuss the significance of industrial safety. So first we say that what is employee safety, and so we can discuss the significance of industrial safety. So the industrial safety means that it is an efficiency are directly related to each other. That is, safety measures prevent accidents and ensure regular flow of work. So safety also helps to improve the morale and productivity of workers. It contributes to teamwork and a sense of belonging among employees. And so the surveys and studies reveal that whenever safety measures are good, labor productivity is high. This is so because the employee can concentrate on their work with confidence and without fear. For industrial safety and efficiency are directly related to each other. അപ്പം ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഉണ്ടെങ്കിൽ ആ വർക്കർ എത്രത്തോളം എഫിഷ്യൻ്റ് ആണു എന്നുള്ളതാണ്. അപ്പം ഒരു സേഫ്റ്റി ഉള്ളൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ വർക്കേഴ്സിന് എന്താണ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു സഹായിക്കും, ഒരു എനർജി അല്ലെങ്കിൽ ഒരു മൊറൈൽ നമുക്കവിടെ ഉണ്ടാക്കിയെടുക്കാം. And so safety also helps to improve the morale and productivity of the workers. And so it contributes teamwork and sense of belonging among employees. അപ്പം ഒരു സേഫ്റ്റിയോടുകൂടി അല്ലെങ്കിൽ നമ്മൾ സേഫായിട്ടൊരു കണ്ടീഷനിലാണെങ്കിൽ അവിടെ എങ്ങനെയാണ് വർക്കേഴ്സിന് മൊറൈൽ, ഒരു ആത്മവീര്യം, അല്ലേ, ഞാൻ സുരക്ഷിതനാണ്, അപ്പം എനിക്ക് എൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം, എനിക്കൊരു ആപത്തും ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനൊരു സെക്യൂരിറ്റി അവർക്ക് അവിടെ ഫീൽ ചെയ്യും. ആൻഡ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് എ ടീം വർക്ക് ആൻഡ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്. ഇനി അതുപോലെ എന്താണ് ഇൻഡസ്ട്രിയിലൊരു ടീം, നമുക്ക് ഒന്നിച്ച് നിന്ന് കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ ഇൻഡസ്ട്രിക്കകത്ത് സേഫാണെന്നൊരു തോന്നൽ അവർക്കുണ്ടാകും. ആൻഡ് ദ ബിലോങ്ങിങ് ഫ്രം എംപ്ലോയീസ്. അപ്പോൾ ഒരു എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു എൻ്റെയാണ് സ്ഥാപനം, ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും സെക്യൂരിറ്റി മെഷേഴ്സ് അവർ തരുന്നത്, അങ്ങനൊരു ഫീൽ അവരുടെ ഇടയിൽ ഉണ്ടാകും. And so several surveys and studies reveal that whenever safety measures are good, ലേബർ പ്രൊഡക്ടിവിറ്റി ഈസ് ഹൈ. അപ്പം സാധാരണ ഒരു സർവേ അല്ലെങ്കിൽ സർവീസിലൊക്കെ തെളിയുന്ന എന്താണ് ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ സേഫ്റ്റി മെഷേഴ്സ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നോ അവിടെ എല്ലാം തന്നെ എന്താണ് പ്രൊഡക്ടിവിറ്റി കൂടുന്നതായിട്ട് റിവീൽ ചെയ്യുന്നു. And so this is so because employee can concentrate their work with confidence and without fear. So the reason is that the employee can work freely with confidence and without fear. അപ്പം സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടെങ്കിൽ എംപ്ലോയീസിന് എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ദെയർ വർക്ക്, ഇല്ലേ, അവർക്ക് അവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താണ് വിത്തൗട്ട് ഫിയർ, പേടി കൂടാതെ കോൺഫിഡൻസോട് കൂടി ജോലി ചെയ്യാൻ അവരെ സഹായിക്കുന്നു. സോ ക്ലിയർ വിത്ത് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. So next we can see that the industrial accidents cause a great loss to both the employer and the employee, and it may as this, that is the cost of compensation to the required employee, cost of medical aid, cost of training in new worker, cost of the lost time when workers stop due to an accident, and cost of investigation into the accident. So discuss each one by one. That is, first is cost of compensation to the required employee. അപ്പോൾ ആദ്യം പറയുന്നത്, സോ ദി ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് കോസ് എ ഗ്രേറ്റ് ലോസ് ടു ബോത്ത് ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. അപ്പോൾ ദി ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അത് എംപ്ലോയർക്കും എംപ്ലോയിക്കും ഒരുപോലെ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ദ ഫസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് കോമ്പൻസേഷൻ റിക്വയർഡ് ടു ദ എംപ്ലോയി. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്, ഒരു എംപ്ലോയിക്ക് നമ്മൾ പറഞ്ഞു പാർഷ്യൽ അല്ലെങ്കിൽ ടോട്ടൽ ഡിസേബിൾമെൻറ്റ് സംഭവിച്ചാൽ ആ എംപ്ലോയർ എന്ത് ചെയ്യണം, ഇൻഡസ്ട്രിയിൽ ഇരിക്കുകയാണ് സംഭവിക്കുന്നതെങ്കിൽ ദേ ഹാവ് ടു ഗിവ് കോമ്പൻസേഷൻ ടു ദി എംപ്ലോയി. അപ്പം അതിനുള്ളൊരു ചിലവ്, അപ്പം എംപ്ലോയറെ സംബന്ധിച്ചോളം എന്താണ് ഒരു കോസ്റ്റ് ഓഫ് കോമ്പൻസേഷൻ. ഒരു എംപ്ലോയിയെ സംബന്ധിച്ചോളം അയാൾക്ക് ഡിസേബിൾമെൻറ്റ് സംഭവിച്ചു, അത് അയാളുടെ ലൈഫിൽ ഉണ്ടാക്കിയൊരു നഷ്ടം. എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അദ്ദേഹത്തിന് എന്താണ് കോമ്പൻസേഷൻ തുക കൊടുത്തിരിക്കണം. ആൻഡ് സെക്കൻഡ് ഈസ് കോസ്റ്റ് ഓഫ് മെഡിക്കൽ എയ്ഡ്. ഇനി അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇല്ലേ, അദ്ദേഹത്തിന് അത് സംഭവിച്ചത് ഇൻഡസ്ട്രി ആയതുകൊണ്ട് അതിനുള്ള മെഡിക്കൽ എയ്ഡ്സ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണോ അതെല്ലാം ഇൻഡസ്ട്രി ചെയ്തിരിക്കണം. അപ്പം അതിന് വരുന്ന ചിലവ് അതും ഒരു എംപ്ലോയറെ സംബന്ധിച്ചോളം നഷ്ടമാണ്. ആൻഡ് ദ കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ഇൻ ന്യൂ വർക്ക്. ഇനി ആ പഴയ വർക്കർ ആക്സിഡൻറ്റ് സംഭവിച്ചു, നമ്മൾ പറഞ്ഞു ഒരു 48 hours, ഒരു ചെറിയ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ 48 hours അദ്ദേഹം ജോലി ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സാഹചര്യം ആയിരിക്കാം. അപ്പം ഒരു നല്ലൊരു ഡിസേബിൾമെൻറ്റ് സംഭവിച്ചൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ ന്യൂ വർക്കറിനെ കൊണ്ടുവരുമ്പോൾ വീണ്ടും കമ്പനി എന്ത് ചെയ്യണം, പുതിയ വർക്കർക്ക് ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ചിലവ്, അപ്പോൾ എംപ്ലോയറെ സംബന്ധിച്ചോളം എന്താണ് വീണ്ടും അത് ഒരു കോസ്റ്റായിട്ട് വരുന്നു. ആൻഡ് ദ ഫോർത്ത് ഇസ് കോസ്റ്റ് ഓഫ് ദി ലോസ്റ്റ് ടൈം വെൻ വർക്ക് സ്റ്റോപ്പ് ഡ്യൂ ടു ആൻ ആക്സിഡൻറ്റ്. ഇനി അതുകൂടാതെ ഫോർത്ത് അവർ പറയുന്നത് എന്താണ്, ഒരു
എംപ്ലോയി ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു മെഷീനകത്താണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മെഷീനകത്ത് കൈവിടുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസേബിൾമെൻറ്റ് സംഭവിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രൊഡക്ഷൻ പെട്ടെന്ന് അങ്ങ് നിർത്തി വെക്കുന്നു. പിന്നെ ആ ബഹളം എല്ലാം കഴിഞ്ഞ് ആ ഒരു സെക്ഷൻ പിന്നെ ഒന്ന് റീവർക്ക് ചെയ്യുന്ന സമയം ഇടയ്ക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. അപ്പം ആ ലോസ് ഓഫ് ടൈം, കാരണം ഒരു മിനിറ്റിൽ 1000 പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻസൊക്കെ ആണെങ്കിൽ ആ ഇത്ര സെക്കൻഡ്സ് അത് നിർത്തി വെക്കുമ്പോൾ ഇത്ര മിനിറ്റ് അത് നിർത്തി വെക്കുമ്പോൾ അവർക്ക് അത്രയും പ്രൊഡക്ഷൻസ് അവിടെ കുറയുന്നു. അപ്പോൾ അതിൻ്റെ ആ ടൈം അപ്പോൾ ഒരു കോസ്റ്റ് ഓഫ് ലോസ്റ്റ് ടൈം, ആ സമയത്തിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട നഷ്ടങ്ങൾ അത് എംപ്ലോയർ വഹിച്ചിരിക്കണം. അപ്പോൾ അത് അവർക്കൊരു ലോസാണ്. ദെൻ ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദി ആക്സിഡൻറ്റ്. ഇനി അതുപോലെ തന്നെ ഈ ആക്സിഡൻറ്റ് സംഭവിച്ചാൽ എന്തുകൊണ്ട് ഈ ആക്സിഡൻറ്റ് ഉണ്ടായി, അപ്പോൾ അങ്ങനെ ഒരു കോസ്റ്റ്. അപ്പം അതിനൊരു പ്രത്യേക ടീമിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ആ ടീം ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, അവിടെയും നമുക്ക് ഒരുപാട് സമയം, അപ്പം അതിനും ചിലവുണ്ട്. So the first we discuss the cost of compensation to the required employee, then cost of medical aid, cost of training in new worker, cost of the lost time when workers stop to an accident, and the fifth is cost of investigation into the accident. Clear with this point? So the next is cost of supervision and inspection. അപ്പോൾ ഇനി ചിലവാകുന്ന എന്താണ്, ഒരു സൂപ്പർവിഷൻ അല്ലെങ്കിൽ ഇൻസ്പെക്ഷന് വേണ്ടി വീണ്ടും ചിലവാകും. അതായത് ഇപ്പോൾ ന്യൂ വർക്കറെ നമ്മൾ പോസ്റ്റ് ചെയ്താൽ, ട്രെയിനിങ് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്താൽ അദ്ദേഹത്തിന് എന്താണ്, ഒരു സൂപ്പർവിഷൻ കമ്പൽസറി ആയിട്ട് വേണം. ആ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ആ സൂപ്പർവിഷനിലൂടെ മാത്രമേ നടക്കൂ. പിന്നെ ഇൻസ്പെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചാൽ ഒരു ഇൻസ്പെക്ഷനിലൂടെ തിരിച്ചറിയണം എന്തുകൊണ്ട് ഇങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചു. അത് ഇൻഡസ്ട്രിയുടെ സേഫ്റ്റി മെഷേഴ്സിൻ്റെ പ്രോബ്ലംസ് ആണോ, അതല്ലെങ്കിൽ എംപ്ലോയി ട്രെയിൻഡ് അല്ലാത്തതാണോ, അല്ലെങ്കിൽ എംപ്ലോയിയുടേതായ എന്തെങ്കിലും റീസൺസ് കൊണ്ടാണോ ആ ഇൻസ്പെക്ഷന് നമുക്ക് എന്താണ് എക്സ്ട്രാ ചിലവാകുന്നു. Then cost of government in terms of factory inspectors and the public health services. ഇനി അതുപോലെ തന്നെ ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ഫാക്ടറിയിൽ ഇൻസ്പെക്ടേഴ്സ് വരാറുണ്ട്, ഇൻസ്പെക്ട് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്, സേഫ്റ്റി മെഷേഴ്സ് കൊടുക്കാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ വർക്കേഴ്സിന് അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാകാം അവിടെ എന്താണ് ഇങ്ങനെ ആക്സിഡൻറ്റ്സ് വരുന്നത്. അതുപോലെ പബ്ലിക് ഹെൽത്ത് സർവീസസ് ആൾക്കാർ ഇവിടെ സേഫ് ആണോ എന്നൊക്കെ അറിയാം. അപ്പോൾ ഈ രണ്ട് ഏജൻസി, അപ്പോൾ ഇങ്ങനെ കൂടെ ഇങ്ങനെ ആൾക്കാർ ഇൻസ്പെക്ഷൻ വരികയും അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാർ വരുമ്പോഴും അതിൻ്റെ ചിലവ് അവർ വരുന്നതും പോകുന്നതും, അപ്പോൾ ആ സമയത്ത് വർക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ആ വർക്കേഴ്സിനോട് സംസാരിക്കുകയും ചിലപ്പോൾ പ്രൊഡക്ഷൻ നിർത്തിവെക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, അതിൻ്റെ ചിലവുകളും എംപ്ലോയർ മീറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ദ കോസ്റ്റ് ഓഫ് സ്പോയിലേജ് ഓഫ് മെറ്റീരിയൽസ്. ഇനി അതുപോലെ തന്നെ എന്താണ്, റോ മെറ്റീരിയൽസിലുണ്ടാകുന്ന ചില സ്പോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ഒരു ന്യൂ വർക്കർ വന്ന് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ട്രെയിൻഡ് അല്ല, അല്ലെങ്കിൽ അത്യാവശ്യം ട്രെയിനിങ് കിട്ടിയ ഒരു വ്യക്തിയാണെങ്കിൽ പോലും എക്സ്പീരിയൻസ്ഡ് വർക്കർ ആകുമ്പോൾ സീറോ വേസ്റ്റ് ആയിരിക്കും. പക്ഷേ പുതിയൊരാളാകുമ്പോൾ തന്നെ എന്താണ്, ചിലപ്പോൾ റോ മെറ്റീരിയൽസ് വേസ്റ്റ് ആകാനും സ്പോയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാവും. അങ്ങനെ വരുമ്പോഴും അവിടെയും ആ ചിലവ് വഹിക്കേണ്ട ആരാണ്, എംപ്ലോയർ അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് കോസ്റ്റ് ഓഫ് ഡാമേജ് ടു ദ മെഷീനറി. ഇനി പറയുന്നത് എന്താണ്, ഈ മെഷീൻസിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ അത് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു കോസ്റ്റ്. അറിയാമല്ലോ, ചില കേസുകളിൽ മെഷീനറീസ് ഇപ്പം നമുക്ക് ഒരു ഡിസേബിലിറ്റി അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ തന്നെ ആ മെഷീൻ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ അതിന് എന്തെങ്കിലുമൊക്കെ കയറി ഉടക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ മെഷീൻ നമ്മൾ നിർത്തിവെച്ച് പിന്നെ അതിനെ സർവീസ് ചെയ്തതിന് ശേഷം വേണം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവിടെയും നമുക്ക് കോസ്റ്റാണ്. പിന്നെ ഒരു മെഷീൻ ഡാമേജ് ആകുമ്പോൾ തന്നെ എന്താണ്, അവിടുത്തെ ആ സെക്ഷൻ്റെ പ്രോസസ്സ് നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മെഷീൻ പിന്നെ റിപ്പയർ ചെയ്യണം. അപ്പോൾ അത്രയും നാളത്തെ പ്രൊഡക്ഷൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ചിലവ് കോസ്റ്റ് നമുക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. So here we discuss the balance, that is cost of supervision and inspection, cost to the government in terms of factory inspection and public health services, cost of spoilage of material, cost of damage to machinery, and the next is കോസ്റ്റ് ഓഫ് വേജസ് പേയബിൾ ഡ്യൂറിങ് ഇഞ്ചുറി. ഇനി ഒരു വ്യക്തി ആക്സിഡൻ്റ് ആയി ഇഞ്ചുറി ആയിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 48 hours അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഇനി അദ്ദേഹത്തിന് ഡിസേബിൾമെൻറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചാലും കുറച്ച് നാൾ അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അവിടെ ലീവിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് നമ്മൾ എന്ത് കൊടുക്കണം, അദ്ദേഹത്തിന് വേജസ് കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ എന്താണ് പകുതിയോ അല്ലെങ്കിൽ കണ്ടീഷൻസ് ഫാക്ടറീസ് ആക്ടിൽ പറയുന്ന കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ വേജസ് കൊടുത്തിരിക്കണം. അപ്പോൾ അതും ജോലി ചെയ്യാത്തൊരു വർക്കറിന് നമ്മൾ എന്ത് ചെയ്യണം, കമ്പനിയെ സംബന്ധിച്ചോളം അത് അധിക ചിലവാണ്. കാരണം എന്താണ്, എക്സ്ട്രാ ഒരു പുതിയൊരു വർക്കറിനെ വെച്ച് നമ്മൾ ജോലി തീർക്കുമ്പോൾ അദ്ദേഹത്തിനും പേയ്മെൻറ്റ് കൊടുക്കണം, എന്നാൽ ഈ ലീവിലിരിക്കുന്ന വ്യക്തിക്ക് നമ്മൾ വേജസ് കൊടുക്കണം, അതും ചിലവാണ്.
പിന്നെ കോസ്റ്റ് ഓഫ് ലോസ് ഓഫ് മൊറൈൽ. ഇനി ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം എന്താണ്, വ്യക്തിപരമായിട്ട് അവരുടെ മൊറൈൽ, ഒരു ആത്മവീര്യം തകരുന്നു. ഇപ്പം നമ്മൾ ഒരു 10 പേര് ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യുകയാണ്, പെട്ടെന്ന് അതിൽ ഒരാൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ബാക്കിയുള്ള 9 പേർക്കും എന്താണ്, തൻ്റെ മനോവീര്യം കുറയും. കാരണം എന്താ, നാളെ ഞങ്ങൾക്കും ഇത് സംഭവിക്കാം എന്നുള്ളൊരു ചിന്ത. അപ്പം അതെന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു മോണിറ്ററി അല്ലെങ്കിൽ നോൺ മോണിറ്ററി ടേംസിലുള്ള ഒരു നഷ്ടമാണ് അല്ലേ. ഒരു ആത്മവീര്യം കുറഞ്ഞാൽ അത് നമ്മുടെ എഫിഷ്യൻസിയെ ബാധിക്കും, കോൺഫിഡൻസിനെ ബാധിക്കും, അത് ശരിക്കും കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുകയും അത് റിസൾട്ട് എന്താണ്, ഔട്ട്കമ്മിലൂടെയാണ് നമ്മളത് തിരിച്ചറിയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഈസ് കോസ്റ്റ് ഓഫ് ലോസ് ടു ദ വർക്ക് ആൻഡ് ഹിസ് ഫാമിലി. ഇനി അതുപോലെ തന്നെ എന്താണ്, ഒരു ദ കോസ്റ്റ് ഓഫ് ലോസ് ടു ദ വർക്കർ ആൻഡ് ഹിസ് ഫാമിലി എന്നാണ്. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്, ഒരു വർക്കറിനെ സംബന്ധിച്ചോളം അല്ലേ, അവർക്ക് ജോലി നഷ്ടമാകും. ഒരു ഫാമിലി ഇല്ലേ, വർക്കറിനോ അല്ല അദ്ദേഹത്തിൻ്റെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നത് തന്നെ എന്താണ്, ഈ ഒരു ജോലിയിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങളാവും. പക്ഷേ അങ്ങനെ ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, ആ ഫാമിലിക്കും കൂടെയാണ് അത് നഷ്ടമാകുന്നത്. സോ സൊസൈറ്റി സഫർ എ ഗ്രേറ്റ് ഡീൽ ഡ്യൂ ടു ദി ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്. സോ ഹിയർ വി ഡിസ്കസ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് കോസ് ഗ്രേറ്റ് ലോസ് ടു ബോത്ത് എംപ്ലോയർ ആൻഡ് ദി എംപ്ലോയി. And so we can say that society suffer a great deal due to the industrial accident. For example, we can say that gas leak in the Union Cambridge factory in the December 1984 in Bhopal killed thousands and disabled lakhs of people. ഇല്ലേ, അപ്പോൾ നമുക്കറിയാം ഭോപ്പാൽ ദുരന്തം ഇല്ലേ, അവിടെ ഗ്യാസ് ലീക്ക് ചെയ്ത് എവിടെ 1984 പെട്ടെന്ന് അങ്ങനൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചു. അപ്പം ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുകയും അല്ലെങ്കിൽ അവിടെ ഒത്തിരി പേർക്ക് ഡിസേബിൾമെൻറ്റ് സംഭവിച്ചവർ, നമുക്ക് ഒരുപാട്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഭോപ്പാൽ ദുരന്തം എന്ന് പറഞ്ഞ് അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഗ്യാസ് ലീക്ക് ചെയ്ത് ഒരുപാട് ഭയങ്കര ഒരു ആക്സിഡൻ്റ് ആയിരുന്നു അവിടെ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയുടെ ഭാഗം അല്ലെങ്കിൽ സേഫ്റ്റിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് എംപ്ലോയർ അതിനുവേണ്ടി ചെയ്തില്ല എങ്കിൽ ആ ലോസ് എംപ്ലോയറും എംപ്ലോയിയും ഒരുപോലെ സഹിക്കണം. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞെന്താണ്, എംപ്ലോയി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കൂടെയാണത് സഫർ ചെയ്യുന്നത്. സോ ക്ലിയർ വിത്ത് ടുഡേയ്സ് ടോപ്പിക്. സോ ടുഡേ വി ഡിസ്കസ് ദ എംപ്ലോയി സേഫ്റ്റി. വാട്ട് ഈസ് എംപ്ലോയി സേഫ്റ്റി and what are the significance of employee safety, and later we discuss the industrial accident cause a great loss to both the employer and the employee. So clear with this topic. So this is the end of today's section. I hope you all understood this topic. So prepare well, learn well. Thank you.